2023 മാർച്ച് 22-നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് സുമയി എന്ന 26-കാരി കാട്ടാക്കട സ്വദേശിനിയാണ് അവർ എത്തുന്നത്. ആശുപത്രിയിലെത്തി ശസ്ത്രക്രിയ പൂർത്തിയാക്കി. പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. ICUവിൽ 7 ദിവസം കിടക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ചികിത്സ പൂർത്തിയാക്കി അവർക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഗുരുതരമായ കഫക്കെട്ട്, ശ്വാസമുട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ കാട്ടാക്കടയിൽ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി. അവിടെ എത്തുമ്പോഴാണ് എക്സ്റേ എടുക്കാൻ ആവശ്യപ്പെടുന്നത്. ആ എക്സ്റേയിലാണ് 50 സെന്റിമീറ്റർ നീളമുള്ള ഒരു ട്യൂബ് നെഞ്ചിൽ കാണപ്പെട്ടത്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല, കിടക്കട്ടെ, ശരീരത്തിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് വയറൊക്കെ ഇടണം. അപ്പം ഞാൻ ചോദിച്ച് എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ അത് പറയാൻ പറ്റത്തില്ല. ഡോക്ടർ പോലും ഒരു ഉറപ്പില്ല, അത് ദൈവത്തിന്റെ കയ്യിലല്ലേ എന്നാ ചോദിക്കുന്നത്. ഈ പറയുന്ന ഉള്ളിലിരിക്കുന്ന ട്യൂബ് പുറത്തേക്ക് എടുത്താൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി മറ്റ് ആശുപത്രികളിലെ ഡോക്ടർമാർ വിശദീകരിച്ചു എന്നും സുമയ വെളിപ്പെടുത്തി. അങ്ങനെ ഈ ഡോക്ടർ തന്നെ ശ്രീചിത്രയിലത്തേക്ക് നമുക്ക് അപ്പോയിൻമെന്റ് എടുത്തതെന്ന് അവിടെ നമ്മളെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ കാണിച്ചപ്പോഴത്തേക്ക് പിന്നെ ഒരു CT എടുക്കാൻ പറഞ്ഞു. CT എടുത്തപ്പോഴത്തേക്ക് അതിൽ എൻ്റെ 2 വർഷക്കാലം ആയതുകൊണ്ട് എൻ്റെ ശരീരമായി ഇത് ഒട്ടിപ്പോയി. ഹാർട്ടിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഇത് ഒട്ടിപ്പിടിച്ചു. ഈ ട്യൂബ് 50 സെൻറ്റിമീറ്റർ നീളമുണ്ട് ഈ ഒരു സ്ട്രെങ്തിന്. അപ്പോൾ ഇത് എടുക്കാൻ പറ്റത്തില്ല. സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തി ചികിത്സ നടത്താൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് സുമയ വ്യക്തമാക്കുന്നു. എന്തായാലും DMO ഓഫീസിലെത്തി ഇന്നവർ പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായ പ്രശ്നപരിഹാരം ഉണ്ടായില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധമടക്കം ഉണ്ടാകുമെന്നാണ് സുമയയും കുടുംബവും വ്യക്തമാക്കുന്നത്. മൽത്തേനപ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.